നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നത്ത് മുഹമ്മദ് ലീഗിൽ ഉറച്ചു തന്നെ നിൽക്കും. LDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുമ്പോൾ തന്റെ പേരുണ്ടാവില്ലെന്നും കുന്നത്ത് മുഹമ്മദ്. വിദ്യാർത്ഥി പ്രസ്ഥാന കാലം മുതൽ എക്കാലത്തും അടിയുറച്ച മുസ്ലിം ലീഗുകാരനാണ് താനെന്നും വസ്തുതാവിരുദ്ധമായ പ്രചരണത്തിന് ഈയുള്ളവൻ ഉത്തരവാദിയല്ലെന്നും കുന്നത്ത് മുഹമ്മദ് ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസമാണ് മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വാർത്തകൾ വന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിലെ നേതാക്കളും കുന്നത്ത് മുഹമ്മദിനെതിരെ പ്രതികരണവുമായി രംഗത്തു വന്നിരുന്നു. വാർത്ത വിവാദമായതിനെ തുടർന്നാണ് കുന്നത്ത് മുഹമ്മദ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രതികരണം അറിയിച്ചത്. പാർട്ടി മീറ്റിംഗ് നടക്കുന്ന വേളയിൽ ഈ പാർട്ടിയിലേക്ക് കടന്നുവന്ന ഒരു വ്യക്തിക്ക് മന്ത്രിയും 3 തവണ MLA സ്ഥാനവും നൽകിയിട്ടും വീണ്ടും സീറ്റ് നൽകുന്നതിനെതിരെ താൻ പരസ്യമായി എതിർത്തിരുന്നു എന്നും MLAയും MLAയുടെ ഫാൻസും പ്രചരിപ്പിച്ച വസ്തുതാവിരുദ്ധമായ കാര്യമാണിതെന്നും LDF സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ ആ ലിസ്റ്റിൽ കുന്നത്ത് മുഹമ്മദിന്റെ പേരുണ്ടാവില്ല എന്നും ഞാൻ അറിയാതെ LDF എന്റെ പേര് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും അവരുടെ ലിസ്റ്റ് വരുന്നതുവരെയുള്ള പ്രചരണം മാത്രമാണിതെന്നും കുറിച്ചു. വിദ്യാർത്ഥി പ്രസ്ഥാന കാലം മുതൽ എന്നും എക്കാലത്തും അടിയുറച്ച ഒരു മുസ്ലിം ലീഗുകാരനാണ് ഞാനെന്നും വസ്തുതാവിരുദ്ധമായ പ്രചരണത്തിന് ഈയുള്ളവൻ ഉത്തരവാദിയല്ല എന്നും മക്കം ഫത്തഹിന്റെ മുമ്പ് വന്നവരെ മക്കം ഫത്തഹിന് ശേഷം വന്നവർ നിയന്ത്രിക്കേണ്ടതില്ല എന്ന പ്രസക്തമായ വാക്ക് ഈ അവസരത്തിൽ ഉണർത്തുന്നു എന്നുമാണ് കുന്നത്ത് മുഹമ്മദ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ട്രെൻഡി കളക്ഷനുകളുമായി ഇത്തവണ ഈദ് ഇരട്ടി മധുരമാക്കാം. മെൻസ്, ലേഡീസ്, കിഡ്സ് വെയർ മുതൽ ഹോം ഫർണിഷിംഗ് വരെ ഏറ്റവും കുറഞ്ഞ വിലയിൽ 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ഏറ്റവും പുതിയ ഈദ് കളക്ഷനുകൾ അറ്റ്ലസിൽ നിന്നും സ്വന്തമാക്കാം. ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കാം അറ്റ്ലസ് ഫാഷനൊപ്പം. അറ്റ്ലസ് ഫാഷൻ, കൊടുവള്ളി, കടയ്ക്കൽ, നിലമ്പൂർ, പെരിന്തൽമണ്ണ.